18ാം ലോക്സഭയെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി രാജ്യം 5ാം ഘട്ട തെരഞ്ഞെടുപ്പിനായി ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന കാഴ്ചകൾ നിലവിലുള്ള ഭരണകക്ഷിയായ ബിജെപിക്ക് ആശങ്ക ഉളവാക്കുന്നതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എൺപത് ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ള ഉത്തർപ്രദേശ് രാജ്യത്തെ ഭരണകക്ഷിയെ നിശ്ചയിക്കുന്നതിൽ വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒരു സംസ്ഥാനമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 80 മണ്ഡലങ്ങളിൽ 63 ജയിച്ച ബിജെപി വ്യക്തമായ മേൽക്കൈ ഉത്തർപ്രദേശിൽ നേടിയിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന കാഴ്ചകൾ വളരെ വ്യത്യസ്തമാണ് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പല മാധ്യമങ്ങൾ അപഗ്രഥിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാവുന്ന കാഴ്ചകൾ ഉത്തർപ്രദേശിലെ ജനങ്ങളിൽ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അതീവ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് എന്നും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഉത്തർപ്രദേശിലെ ഒരു മണ്ഡലത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആളുകളുടെ അമിതാവേശവും അവർ സ്റ്റേജിലേക്ക് ഇരച്ചു കയറുവാൻ ആരംഭിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ബിജെപിയെയും മറ്റു പ്രതിപക്ഷ കക്ഷികളെയും തെല്ലൊന്ന് അമ്പരപ്പിച്ചേക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നു. 5ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ 14 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പങ്കെടുത്ത പ്രയാഗ് രാജ് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവിനും പ്രസംഗിക്കുവാൻ സാധിക്കാതെ സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വേദി വിട്ടു പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ആളുകളുടെ അമിതാവേശം മൂലം അവർ സ്റ്റേജിലേക്ക് തിക്കിത്തിരക്കി കയറുവാൻ ആരംഭിച്ചത് മൂലം അത് വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചേക്കാം എന്ന പോലീസുകാരുടെ മുന്നറിയിപ്പിനെ മാനിച്ചാണ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പ്രസംഗിക്കുവാൻ നിൽക്കാതെ സമ്മേളന വേദിയിൽ നിന്ന് മുമ്പേ വിടവാങ്ങിയത്. നിലവിലുള്ള ഭരണകക്ഷിയായ ബിജെപിയെ എതിർക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ ബ്ലോക്ക് സഖ്യത്തിന്റെ ഭാഗമായാണ് സമാജ്വാദി പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരുമിച്ച് കൈകോർത്ത് ഭരണകക്ഷിയായ ബിജെപിയെ എതിർക്കുന്നത്. അഖിലേഷും രാഹുലും ഏതാണ്ട് 15 മിനിറ്റോളം സ്റ്റേജിലിരുന്ന് ചർച്ച നടത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഇത്തവണ ഉത്തർപ്രദേശിൽ ബിജെപി ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങുമെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി മണ്ഡലത്തിൽ മാത്രമേ ഇത്തവണ ബിജെപി ജയിക്കൂ എന്നാണ് രാഹുലിന്റെ അഭിപ്രായ പ്രകടനം. അതേസമയം രാഹുലിന്റെ പ്രസംഗവും സംഭാഷണങ്ങളും എല്ലാം ഒരു മാവോയിസ്റ്റ് രീതിയിലാണ് എന്നും അത് സംസ്ഥാനത്തും രാജ്യത്തും നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നത് തടയുവാൻ ഉള്ള കാരണമായി തീരും എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ അഭിപ്രായപ്പെട്ടു. നിലവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ബിജെപിയുടെ വോട്ട് ബാങ്കിൽ ഉത്തർപ്രദേശിൽ വലിയ തോതിൽ ഉള്ള ഒരു വോട്ട് ചോർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തൊഴിലില്ലായ്മ മുതൽ നാണയപ്പെരുപ്പം വരെ ഇത്തവണ സാധാരണക്കാരായ ജനങ്ങൾ വിഷയങ്ങളായി ഏറ്റെടുത്തപ്പോൾ അത് നിലവിലുള്ള ഭരണകക്ഷിയായ ബിജെപിക്ക് തുടർച്ചയായ 2ാം ടൈം ഭരിക്കുന്ന ബിജെപിക്ക് തിരിച്ചടി ആണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്.